നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2/10/2024, അതായത് കൊല്ലവർഷം 1200, കന്നിമാസം 16-ാം തീയതി, ഉത്രം നക്ഷത്രം, അവസാന പാദം, അമാവാസി തിഥി. അറിയാമല്ലോ, അമാവാസി എന്ന് പറയുമ്പോൾ ഈ അമാവാസിക്ക് ഒരു വളരെ പ്രത്യേകതയുണ്ട്. പിതൃപക്ഷ അമാവാസിയാണ്. അതായത് കർക്കിടക മാസത്തിലെ, നമ്മുടെ കേരളീയരുടെ കർക്കിടക മാസത്തിലെ അമാവാസി പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ അവരുടെ ഏറ്റവും പ്രധാനമായ പിതൃപക്ഷ അമാവാസിയായി ആചരിക്കുന്നത് ഈ ഒക്ടോബർ മാസത്തിലെ അമാവാസിയാണ്. അതായത് കന്നി മാസത്തിലെ അമാവാസിയാണ്. എന്തായാലും പിതൃക്കൾക്കെല്ലാം മോക്ഷം കൊടുക്കേണ്ട ദിവസമായതുകൊണ്ട് എല്ലാവരും, കഴിയുന്ന 27 നക്ഷത്രക്കാരും ഈ അമാവാസി ദിവസം പറ്റുമെങ്കിൽ അല്പം അരിയും, പച്ചരി ആയിക്കോട്ടെ, അല്പം അരിയും ഒരു പഴവും അല്പം വെള്ളവും കൂടി ചേർത്ത് കൂട്ടിക്കുഴച്ച് മിക്സ് ചെയ്തിട്ട് പുറത്തെവിടെയെങ്കിലും വച്ചു കൊടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ പിതൃക്കൾ കാക്കയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കാക്കകൾ ഉണ്ടാവണമെന്നില്ല. പിതൃക്കളുടെ പിതൃക്കൾ കഴിച്ചു എന്ന് നമുക്ക് മോക്ഷം വരുത്തുന്നതിന് വേണ്ടി അരിയും എള്ളും അല്പം പഴവും കൂടി ചേർത്ത് കുഴച്ചുരുട്ടി അത്, അല്ലെങ്കിൽ ചോറ് എള്ളു കൂട്ടി കുഴച്ച് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൂട്ടി കുഴച്ചിട്ട് ആ ഒരു ഉരുള നമുക്ക് കാക്കയ്ക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അരി കൊടുക്കാം, നമുക്ക് അരിയും എള്ളും കൊടുക്കണം. എള്ള് ചേർത്ത് എന്തെങ്കിലും ഒരു നിവേദ്യം കാക്ക കരയുന്നതിന് മുമ്പേ പുലർച്ചെ തന്നെ നമ്മളുടെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്താണ് പിതൃക്കളുടെ സ്ഥാനം. അപ്പോൾ തെക്ക് ഭാഗത്ത്, തെക്കും കിഴക്കും വടക്കും ഒന്നും നോക്കിയില്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഒരു ഇലയിൽ സമർപ്പിച്ചാൽ അത് വളരെ നന്നായിരിക്കും. കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പൂർവികരെ എല്ലാവരെയും, ആ പിതൃപക്ഷത്തുള്ള എല്ലാവരേക്കും മോക്ഷം കിട്ടുന്നതിനായി അവരെ വിളിച്ച് അവർക്ക് നിവേദ്യം കൊടുക്കുന്നതായിട്ട് സ്വീകരിക്കാം. രക്ഷസിന് നിവേദ്യം കൊടുക്കുന്നത്, ക്ഷേത്രങ്ങളിൽ അമാവാസി പൂജ ചെയ്യുന്നതൊക്കെ, വാവു പൂജയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അന്നത്തെ ഉദയമാണെങ്കിൽ 6:17 AM-നും അസ്തമനമാണെങ്കിൽ 6:11 PM-നുമാണ്. അപ്പം ഈ അമാവാസി നാളിൽ ഉദയത്തിൻ്റെ ആ സമയത്ത് തന്നെ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ അരി കൊടുക്കുക, കിളികൾക്ക് കൊടുക്കുക. അപ്പം കാക്ക തന്നെ വേണമെന്നില്ല. കാക്കയെ നമ്മൾ പിതൃക്കളുടെ ഇതായിട്ട് സങ്കല്പമായിട്ട് കാണുന്നു എന്നേ ഉള്ളൂ. മറ്റ് ജീവികൾക്ക് കൊടുത്താൽ പോലും അത് പുണ്യമാണ്. ചന്ദ്രോദയമാണെങ്കിൽ 6:29 AM-നാണ്. അപ്പം ചന്ദ്രൻ ഉദിച്ച ആ സമയത്തായാലും നമുക്കിത് ചെയ്യാവുന്നതാണ്. രാഹുകാലമാണെങ്കിലോ ബുധനാഴ്ച ആയതുകൊണ്ട് 12:14 PM മുതൽ 1:43 PM വരെയാണ്. ഗുളികകാലമാണെങ്കിൽ 10:44 AM മുതൽ 12:14 PM ആണ്. യമകണ്ഠകാലമാണെങ്കിൽ 7:46 AM മുതൽ 9:15 AM വരെയാണ്. അപ്പം നമുക്ക് ഈ ദിവസം, അതായത് 2024 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയും കൂടെയാണ്, ശുചീകരണ ദിനവും ഒക്കെയാണ്. അപ്പോൾ വളരെ മഹാത്മ്യമുള്ള ദിവസമായതുകൊണ്ട് ഈ ദിവസം അഭിജിത്ത് മുഹൂർത്തം 11:50 AM മുതൽ 12:38 PM വരെ ആയതുകൊണ്ട് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ നമുക്ക് ചെയ്യാം. ആർക്കെങ്കിലും പൈസ കൊടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ നല്ലതാണ്. കുംഭക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടമായതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ. അമാവാസി ദിവസം പ്രാർത്ഥനകളുടെ ദിവസമാണ്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങിയാൽ രക്ഷസിൻ്റെയൊക്കെ അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ കൂടുതൽ അനുഗ്രഹമുള്ളതായിട്ട് നമ്മളുടെ പൂർവികരുടെയൊക്കെ പൈതൃകമായ സ്വത്തുകളും പൈതൃകമായ അവരുടെ സംസ്കാരമൊക്കെ നമുക്ക് നന്നായിട്ട് അനുഭവയോഗ്യമായി തീരും. ഇനി ഈ ദിവസം 27 നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും, അതായത് 12 കൂറുകാർക്കും ഉണ്ടാകുന്ന പൊതുഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം നമുക്കറിയാം, സൂര്യൻ കന്നിരാശിയിലാണ്. സൂര്യനെ മാത്രം നമ്മൾ, സൂര്യനെയും വ്യാഴത്തെയും ശനിയെയും നോക്കിയാൽ തന്നെ മതി. സൂര്യൻ കന്നിരാശിയിലാണ്, ചന്ദ്രനും കന്നിരാശിയിലാണ്, അതുപോലെ തന്നെ ബുധൻ കന്നിരാശിയിലാണ്, കേതു കന്നിരാശിയിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്നുണ്ട്. സൂര്യഗ്രഹണത്തിൻ്റെ സാധ്യത
സാധ്യതകൾ കൊണ്ട് ഒരു ഗ്രഹണ സാധ്യതയുണ്ട്. ബുധൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി കന്നിരാശിയിൽ നിൽക്കുന്നു. കേതു കന്നിരാശിയിൽ നിൽക്കുന്നു. കേതുവിൻ്റെ 7ാം ഭാവത്തിൽ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നു. അതുപോലെ തന്നെ കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു. ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു. ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ പൊതുവെ ശുക്രൻ്റെ രാശിയായ തുലാരാശിയിൽ നിൽക്കുന്നു. ഗുളികോദയം നിൽക്കുന്നത് നമുക്ക് ധനുസ് രാശിയിലാണ്. അപ്പം അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ സൂര്യനും ചന്ദ്രനും, 6ലെ ചന്ദ്രൻ എന്ന് പറയുന്ന അത്ര സുഖമൊന്നുമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അമാവാസിയും കൂടെ, ചന്ദ്രന് ഒട്ടും പക്ഷബലമില്ലാത്ത ദിവസമായതുകൊണ്ട് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമാന്യപ്പെട്ട ഒരു നല്ല ദിവസമായിരിക്കുമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം 7ലെ ശുക്രൻ ചില നന്മകളൊക്കെ തരുന്നു എന്നുള്ളത്, പിന്നെ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടുന്ന ദിവസമായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ പൂർവികരെയെല്ലാം സ്മരിച്ച് അവരുടെയൊക്കെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് അവരുടെ പൈതൃകമായ അനുഗ്രഹങ്ങൾ നമുക്ക് വന്നു ചേരുന്ന ദിവസമാണ്. അപ്പം നമുക്ക് എന്തായാലും വിഷ്ണുപ്രീതി വരുത്തുന്ന, വിഷ്ണുപാദത്തിലിരിക്കുന്ന, ശിവപാദത്തിലിരിക്കുന്ന പിതൃക്കളെ നമ്മൾക്ക് അവരുടെ അനുഗ്രഹം കിട്ടുവാനായി പ്രാർത്ഥിക്കാം. മേടൻ രാശി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മേടൻ രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമാണ്. 12 നിൽക്കുന്ന സർപ്പമായതുകൊണ്ട് നാഗദേവതകളെയും പ്രാർത്ഥിക്കാം. 11 നിൽക്കുന്ന ശനി സർവ്വഗുണങ്ങളും തരുന്നതാണ്. സർവാഭിഷ്ടങ്ങളും സാധിച്ചു തരുവാനായി മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം മേടക്കൂറുകാർക്ക് പൊതുവെ ഒരു നല്ല ദിവസമായിട്ട് അനുഭവപ്പെടുന്നു. പിതൃക്കളുടെ അനുഗ്രഹത്തിനായി ഗുരുക്കന്മാരെയും പിതൃക്കളെയും പ്രാർത്ഥിക്കുക, ബ്രഹ്മരക്ഷസിനെ സ്തുതിക്കുക. അതുപോലെ തന്നെ തർപ്പണം ചെയ്യാൻ പറ്റുന്നവരൊക്കെ തർപ്പണം ചെയ്യുക, എള്ളുമ്പോൾ ഇതും സമർപ്പിക്കുകയൊക്കെ ചെയ്യാം. സുബ്രഹ്മണ്യ സ്വാമിയെ, രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ മംഗളമായി തീരും. ഇനി ഇടവം രാശിക്കാരെന്ന് പറയുമ്പോൾ ഇടവൻ രാശി കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ ചേരുന്ന, രോഹിണി നക്ഷത്രവും മകേരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന 2 നക്ഷത്രക്കാരായ ഇവർക്ക് രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നു. 2ാം ഭാവത്തിലെ ചൊവ്വ സാമ്പത്തികത്തിന് ചെറിയ ഞെരുക്കം വരാം. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ, 5ലെ ചന്ദ്രന് മനസ്സിന് ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതയും രക്തസമ്മർദ്ദമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 6ാം ഭാവത്തിലെ ശുക്രൻ രാശിനാഥൻ 6ൽ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു അപ്രിയ, മനസ്സിൽ എന്തൊക്കെയോ ഒരു വിമ്മിഷ്ടം അനുഭവപ്പെടാം. അപ്പോൾ പിതൃപ്രീതി വരുത്തുകയും വ്യാഴപ്രീതി വരുത്തുകയും ചെയ്യുക. ദാനങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അന്നദാനത്തിന് കൊടുക്കുന്നത്, എന്തെങ്കിലും വാവുവിനൊക്കെ പ്രായമായവർക്ക് എന്തെങ്കിലും ദാനം കൊടുക്കുക. വസ്ത്രദാനം, അന്നദാനമൊക്കെ ചെയ്യുന്നതോടുകൂടി ഇവരുടെ എല്ലാ തരത്തിലുള്ള കഷ്ടതകളും മാറിക്കിട്ടും. സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി സ്തുതിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മന്ത്രമായ രാജഗോപാല മന്ത്രം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. കുട്ടികളാകട്ടെ വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും വരുന്ന 2 നക്ഷത്രക്കാർക്ക് അവരുടെ രാശിനാഥനായ ബുധൻ സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതുകൊണ്ട് ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ക്ഷേത്രങ്ങളിൽ നടത്തുക. ഭഗവാന് തുളസിമാല സമർപ്പിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമസ്വാമിക്കുമൊക്കെ തുളസിമാല ചാർത്തുക. ശനീശ്വരന്, അതായത് ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക. അല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിയുടെ ശ്രീരാമജയം എന്ന് പ്രാർത്ഥന ചെയ്യുക. പിതൃക്കളെ വന്ദിക്കുക. പിതൃക്കൾക്കായിട്ട് ഇപ്പോൾ ക്ഷേത്രം ആയതുകൊണ്ട് ചെറുപയർ ദാനം ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് പ്രായമായവർക്ക് കുറച്ച് ചെറുപയർ ഇങ്ങനെ പലഹാരമാക്കിയിട്ട് ചെറുപയർ കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ കൂടുതൽ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ സാധിക്കേണ്ടത് ഇതൊക്കെ സാധിക്കുന്നതിന് പിതൃപ്രീതി വരുത്തുന്നതോടൊപ്പം പ്രായമായവരെ ബഹുമാനിക്കുക, ഗുരുക്കന്മാരെ വന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സർവ്വമംഗളങ്ങളും വന്നു ചേരും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂയം, ആയില്യം, പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും വരുന്ന 2 നക്ഷത്രക്കാർക്ക് രാശിനാഥയായ ചന്ദ്രൻ തീരെ പക്ഷബലം
ദോഷഫലമില്ലാതെ കന്നിരാശിയിൽ നിൽക്കുന്നു. സൂര്യനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഒരു ഗ്രഹണ സാധ്യത തന്നെയാണ്. അപ്പോൾ ദുർഗാമായെ വിളിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. രാവിലെ തന്നെ പിതൃതർപ്പണം ചെയ്യാൻ പറ്റുന്നവരൊക്കെ പിതൃതർപ്പണം ചെയ്യുക, ഗുരുക്കന്മാരെ വന്ദിക്കുക. അതുപോലെ തന്നെ പിന്നെ കാക്കിക്ക് ഭക്ഷണം വച്ചു കൊടുക്കുക. അതുപോലെ മനസ്സറിഞ്ഞ് വീട്ടിൽ ചെറുപയർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് സേവിക്കുന്നതും എല്ലാവരും കൂടി ചേർന്നിരുന്നു കൊണ്ട് അവധി ദിവസമായതുകൊണ്ട് എല്ലാവർക്കും, കാരണം നമുക്ക് പാവപ്പെട്ടവരെന്ന് അല്ലെങ്കിൽ അശരണർക്ക് എന്തെങ്കിലും ആശ്രയമായിട്ട് എന്തെങ്കിലും വസ്ത്രമോ ഭക്ഷണമോ അല്ലെങ്കിൽ അല്പം പൈസയോ ദാനമായി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അമാവാസ്യ നാളിൽ ദാനം ചെയ്യുന്നതോടുകൂടി പിതൃക്കളുടെ അനുഗ്രഹം വളരെ നമുക്ക് വർദ്ധിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാരാണെങ്കിൽ, ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറുകാരുടെ പ്രത്യേകത, ചിങ്ങക്കൂർ എന്ന് പറയുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം, അവർ രണ്ടാം ഭാവത്തിൽ രാശിനാഥനായ സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്നതുകൊണ്ട് ഗ്രഹണത്തിൻ്റെ സാധ്യതകളുള്ളതുകൊണ്ട് ചിട്ടയോടുകൂടി പ്രാർത്ഥനകൾ നടത്തുന്നത്, ക്ഷേത്ര ദർശനങ്ങൾ നടത്തി അതുപോലെ യഥാസമയം പിതൃക്കളെ വന്ദിക്കുന്നത്, രക്ഷസിന് നിവേദ്യം കൊടുക്കുന്നത്, അതുപോലെ എല്ലാ ശ്രീരാമജയം ശ്രീരാമജയം എന്ന് 108 പ്രാവശ്യം എഴുതുന്നത്, ഓം നമഃ ശിവായ ജപിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ആലപിക്കുന്നത്, പറ്റുമ്പോഴൊക്കെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ബുധനാഴ്ച ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് രാജഗോപാല മന്ത്രവും വിദ്യാഗോപാല മന്ത്രവും ഒക്കെ ജപിക്കുക, ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചനയൊക്കെ നടത്തുന്നതോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും എന്തെങ്കിലും അപ്രതീക്ഷിതമായ ധനലാഭത്തിനുള്ള അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുവാനുള്ളൊരവസരം വന്നു ചേരും. നവരാത്രി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമായതുകൊണ്ട് ഈ അമാവാസ്യ ഒരിക്കലും നന്നായി അമാവാസ്യ വ്രതം നന്നായി എടുത്ത് പിറ്റേ ദിവസം മുതൽ ഒരു മംഗള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക. വീടുകളൊക്കെ ഉപ്പുവെള്ളം കൊണ്ടൊക്കെ തളിച്ച് തുടച്ച് ശുദ്ധി വരുത്തി കൊലുവയ്ക്കുവാനും അതുപോലെ തന്നെ അമ്മയെ ദുർഗാദേവിയെ നവദുർഗയെ വീട്ടിൽ ആചരിച്ച് വെച്ച് അതിനുള്ള വേണ്ട കർമ്മങ്ങൾ ചെയ്യുവാനും തുടങ്ങുന്നത് ഏറ്റവും നന്നായിരിക്കും. തീർച്ചയായിട്ടും സർവ്വമംഗളങ്ങളും കന്നിക്കൂറുകാർക്ക് വന്നു ചേരുന്നതാണ്. ചിങ്ങക്കൂറുകാർ സർവ്വമംഗളങ്ങളും വന്നു ചേരുന്നതിനായി പ്രാർത്ഥനകൾ ചെയ്യുന്നത് നന്നായിരിക്കും. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ പാദവും വരുന്ന 2 നക്ഷത്രക്കാരായ ഇവർക്ക് സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്നു. ഒരു ഗ്രഹണ സാധ്യതയുണ്ട്. മാത്രവുമല്ല ഇവരുടെ പ്രത്യേകത, ഇവരുടെ രാശിനാഥൻ രാശിയിൽ തന്നെ ഉച്ചസ്ഥയായി നിൽക്കുന്നുണ്ട്. സൂര്യനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് മൗഢ്യമുണ്ടെങ്കിലും അമ്മയുടെ അനുഗ്രഹം, മൂകാംബിക ദേവിയുടെ വാരാഹി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം അമ്മയെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക, അതുപോലെ തന്നെ പിതൃക്കളെ പ്രാർത്ഥിക്കുക, പിതൃക്കൾക്കായി അർച്ചനകൾ ചെയ്യുക. അതായത് അർച്ചന ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കായി നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് കൈകൊട്ടി പിതൃക്കളെ ഇതാക്കുക. അതുപോലെ രക്ഷസിന് പത്മമിട്ട നിവേദ്യം, തിരപ്പള്ളി നിവേദ്യമൊക്കെ കഴിക്കുക, പിതൃക്കളെ വന്ദിക്കുക, ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ പ്രായമായവർക്കും എന്തെങ്കിലും ദാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കുക. ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യുന്നത്, ചെറുപയർ കൊണ്ട് അർച്ചന ചെയ്യുന്നത്, സഹസ്രനാമ ത്രിശതി ജപിക്കുന്നത്, ത്രിശതി അർച്ചനയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്നിട്ട് ആ ചെറുപയർ പായസം ഉണ്ടാക്കിയോ സുഖിയൻ ഉണ്ടാക്കിയോ ഒക്കെ സേവിക്കുന്നത് നന്നായിരിക്കും. തുലാരാശി എന്ന് പറയുമ്പോൾ രാശിനാഥയായ തുലാരാശി എന്ന് പറയുന്നത് ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും വരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥൻ രാശിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവർക്ക് പൂർണ്ണമായിട്ടുണ്ടാവും. 12 നിൽക്കുന്ന ബുധൻ്റെ അനുഗ്രഹം വരാനായി ബുധനാഴ്ച ചെറുപയർ കൊണ്ട് ത്രിശതി അർച്ചന ചെയ്യുക, മഹാലക്ഷ്മിയെ സഹസ്രനാമ അർച്ചന ചെയ്യുക. മാത്രവുമല്ല തീർച്ചയായിട്ടും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി, പിതൃക്കൾക്ക്
അരിയും അല്ലെങ്കിൽ ചോറും എള്ളും സമർപ്പിക്കാം, അല്ലെങ്കിൽ അരിയും പഴവും എള്ളും സമർപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് പിതൃക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവുന്നതിന് നന്നായിരിക്കും. ഇനി വൃശ്ചിക രാശി എന്ന് പറയുമ്പോഴത്തേക്കും വൃശ്ചിക രാശിയുടെ രാശിനാഥയായ ചൊവ്വ എപ്പോഴും എല്ലാ അനുഗ്രഹങ്ങളും നൽകും. രാശിനാഥയായ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനായി ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ഭദ്രകാളി പത്ത് ജപിക്കുന്നത്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തി കിട്ടുന്നതിനായി പിതൃപക്ഷ അമാവാസി ദിവസമായ ഇന്ന് പിതൃക്കളുടെ വാഹനമായ അല്ലെങ്കിൽ പിതൃക്കളെ സൂചന നൽകുന്ന കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ക്ഷേത്രങ്ങളിൽ പോയി തർപ്പണം ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക, ദാനം കൊടുക്കാൻ പറ്റുന്നവർ ദാനം ചെയ്യുക ഒക്കെ ചെയ്യുന്നതോടുകൂടി എല്ലാ ശുഭഫലങ്ങളും, കാരണം വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമുള്ള ഇവർക്ക് തീർച്ചയായിട്ടും ഈ അമാവാസി ദിവസം, അതായത് ഈ ഒക്ടോബർ 2 ഏറ്റവും നല്ല ഒരു ദിവസമായി തീരുന്നതാണ്. ഇനി വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉള്ളതുകൊണ്ട് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടം വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഇവർക്ക് വന്നു ചേരുന്നതുകൊണ്ട് 12-ൽ നിൽക്കുന്ന ശുക്രനും രാശിയുടെ 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ഒക്കെ, അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനുമൊക്കെ അനുഗ്രഹം ചൊരിയണമെങ്കിൽ അവരെയൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പിതൃക്കളുടെ അനുഗ്രഹം ഏറ്റവും വേണം. അതിനായിട്ട് പിതൃക്കൾക്കായി ആണ്ടവൻ്റെയും ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലുമൊക്കെ യഥാശക്തി വഴിപാട് കഴിക്കാം. തിടപ്പള്ളി നിവേദ്യം രക്ഷസിന് കഴിക്കാം. പിതൃക്കൾക്ക് അമാവാസിയിൽ തിലഹവനവും പിതൃ നമസ്കാരവും ഒറ്റ നമസ്കാരവും ഒക്കെ ചെയ്യാം. ഏറ്റവും മഹത്തായത് ദാനം ചെയ്യാം. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നത്, വസ്ത്രം ദാനം ചെയ്യുന്ന, സാധുക്കൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്ന, അന്നദാനം പോലുള്ള മഹത്തായ ദാനങ്ങൾ ചെയ്യുന്നത്, ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആതുരർക്ക് അവശന്മാരുടെയൊക്കെ അഭയകേന്ദ്രങ്ങളിൽ പോയി അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. സാധുക്കളുടെ ഭവനമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് അവിടെ സേവ ചെയ്യുന്നതും അവരെ പരിചരിക്കുന്നതുമൊക്കെ വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് ധനുരാശി എന്ന് പറയുമ്പോൾ ധനുരാശിയുടെ അധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. വ്യാഴപ്രീതിക്കായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത്, ശനിയുടെ അനുഗ്രഹത്തിനായി ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, പിതൃക്കൾക്കായി തിലഹവനം, അതുപോലെ പിതൃ നമസ്കാരം, കൂട്ട നമസ്കാരം, ഒറ്റ നമസ്കാരമൊക്കെ ചെയ്യുക, കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക, കിളികൾക്ക് ഭക്ഷണം കൊടുക്കുക, ദാനം ഇവയൊക്കെ ചെയ്യുന്നതോടുകൂടി സർവ മംഗളങ്ങളും വന്നു ചേരും. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ദൈവാധീനം വരുത്തുന്നതിനായി പ്രാർത്ഥനകൾ ചെയ്യുന്നത്, നാമം ജപിക്കുന്നത്, മന്ത്രം ജപിക്കുന്നത്, ഉപവസിക്കുന്നത്, അതുപോലെ തന്നെ വ്രതങ്ങൾ നോക്കുന്നതൊക്കെ കൂടുതൽ ഫലങ്ങൾ ചെയ്യുകയേ ഉള്ളൂ. ഇനി മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരൻ രാശിയുടെ അധിപനായ ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അലസതയും ക്ഷീണവും ഒക്കെ ഒഴിവാക്കുവാൻ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താം, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം, ശാസ്താവിന് യഥാശക്തി വഴിപാടുകൾ കഴിക്കുക, നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക, ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കാം, അതുപോലെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാം, ഒറ്റ നമസ്കാരവും കൂട്ട നമസ്കാരവും ചെയ്യാം, തിലഹവനം നടത്താം, എള്ളും അരിയും പഴമൊക്കെ കൂടെ സമർപ്പിക്കാം, ചോറ് സമർപ്പിക്കാം പുലർച്ചെ, അതുപോലെ തന്നെ അമാവാസി പൂജയിൽ പങ്കുചേരുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ എല്ലാ ദോഷങ്ങളും മാറി സർവ്വഗുണങ്ങളും അനുഭവിക്കാൻ സാധിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മഫലം കിട്ടുന്നതിന് വേണ്ടി അന്നദാനവും പിതൃവന്ദനവും ഗുണഫലങ്ങൾ നൽകും.
ഇനി മീനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം 12ാമത്തെ രാശിയായ മീനൻ രാശിക്കാർ അവരുടെ രാശിനാഥനായ വ്യാഴപ്രീതിക്കായി ദ്വാദശാക്ഷര മന്ത്രം നിത്യം ജപിക്കുന്ന 108 പ്രാവശ്യമെങ്കിലും ദ്വാദശാക്ഷര മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, പിതൃക്കൾക്കായി തർപ്പണം ചെയ്യുക, പിതൃക്കളെ വന്ദിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ആത്മീയ യാത്രകൾ നടത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ദാനം കൊടുക്കുന്നുണ്ട്, വസ്ത്രദാനവും അന്നദാനവും ഒക്കെ ചെയ്യുന്നതോടുകൂടി അവരുടെ വ്യാഴം അനുഗ്രഹത്തിൽ വരികയും ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഫലസിദ്ധി കിട്ടുകയും ഒന്നിലേറെ ജോലികൾ ചെയ്യുവാനുള്ള ആർജവം ഉണ്ടാവുകയും കർമ്മരംഗത്തും ഇണയുടെയും തുണയുടെയും ഒക്കെ അനുഗ്രഹമെന്ന പ്രണയ സാഫല്യമൊക്കെ വന്നു ചേരുന്ന ഒരു ശുഭദിനമായി തീരും. 27 നക്ഷത്രക്കാരെയും സംബന്ധിച്ച് പിതൃതർപ്പണവും സഹസ്രനാമാർച്ചനയും പ്രാർത്ഥനയും ചെയ്യുന്ന ചെറുപയർ ദാനം, ഭക്ഷണദാനം, അന്നദാനം ഇവയെല്ലാം ചെയ്യുന്നതോടുകൂടി ആഞ്ജനേയ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ആഞ്ജനേയ സ്വാമിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ത്രിപുരസുന്ദരി മാതാവിനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നക്ഷത്രക്കാർക്കും വന്നു ചേരട്ടെ. ഈ ദിനം ഒരു ശുഭദിനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.